വിജയെ കണ്ടിട്ട് വിജയുടെ കൂടെ ഏതെങ്കിലും ഒരു പടത്തിൽ അഭിനയിക്കണം. ഇല്ല, ഇത്ര നേരം വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. വെയിറ്റിംഗ് ആണ്. 12 മണി കഴിഞ്ഞപ്പോഴാണ് വന്നതാ. ഇല്ല, ഇതുവരെ പുറത്തിറങ്ങിയില്ല. കാണാൻ പറ്റും, കണ്ടിട്ടേ പോവുള്ളൂ. ചേച്ചി വരാത് വിജയനെ കാണാം. എന്നാ சொன்னா இங்கேறியவா அந்த ஏதா இந்த ஏதா பொண்ணுங்களை பெற்றுக்கணும் പിന്നെ தெரியடா. ஒரு பொண்ணுங்களை பார்க்கறானே சிரிக்கணும் சும்மா ரெண்டு வார்த்தை பேசுறானே. ഫാനെന്ന് പറഞ്ഞാ ഉയിര് അത്രയല്ലേ. ഇവിടെ രാവിലെ ഉണ്ടാവും. വിജയെ കണ്ടിട്ട് വിജയുടെ കൂടെ ഏതെങ്കിലും ഒരു പടത്തിൽ അഭിനയിക്കണം. വിജയെ കാണാൻ. വിജയെ കണ്ടാൽ പറയും വിജയുടെ ഫാനാണ് പറയും. ഷാജാൻ ഖുഷി എന്ന പഴയ ചിത്രത്തിൻ്റെ ഒരു വോയിസാണ്. பொண்ணுங்களை பெற்றுக்கணும் പിന്നെ தெரியடா. ஒரு பொண்ணுங்களை பார்க்கறானே சிரிக்கணும் சும்மா ரெண்டு வார்த்தை பேசுறானே. காதலத்தை பண்ண நினைக்க விடாடா. நான் ஃபர்ஸ்ட்ல நம்மள மனசில் இருக்கணும் இல்லைன்னு தெரியும். அது வரைக்கும் கொஞ்சம் பொறுமையாயிருடா. உண்மை காதலாம் சொல்லு, நான் ഉയരം കൊടുത്തത്. അത് അടുത്ത് കത്തി എന്നുള്ള ഫിലിമിലെ ഒരു പഞ്ച് ഡയലോഗ്. 5000 கோடி எப்படி 5000 கோடி கடமான ஒரு பியர் ஃபேக்டரி ஓனர். என்னால் கடனை கட்டணும்னா கை தூக்குறா. ஆனால் தற்கொலை பண்ணிக்கலாம். லோன் ஒரு அதிகாரம் தற்கொலை பண்ணிக்கலாம். 5000 ரூபாய் கடமை ஒரு விவசாயி அந்த கடனை கட்டணும் வட்டி மேலே வட்டி பூச்சி மருந்து தற்கொலை பண்ணிக்கலாம். எல்லாம் கவனிக்க சிட்டிட்டு நேரம் இல்லை. இது சொல்லத்தான் டிவி சேனல் கேட்டோம். நான் டிவியில் லேகம் விற்கிறதுக்கு சமயம் இருக்குது, டான்ஸுக்கு மார்க் போட்டு டைம் இருக்குது. ஒரு கிராமம் அழிக்க போகிற சொல்கிற 2 நிமிஷம். ഞാനും കൊച്ചും ഫാമിലിയായിട്ട് ചെന്നൈയിൽ 3 മാസം നമ്മളവിടെ വിജയ് കാണാൻ വേണ്ടിയിട്ട് പോയി. ഫുള്ളായിട്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിലും പിന്നെ ന്യൂ ഇയർ സമയത്തെല്ലാം ഫുള്ളായിട്ട് നമ്മളുണ്ട്. പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പക്ഷേ കേരളത്തിൽ വന്നപ്പോൾ കാണാൻ പറ്റി. വീട് ട്രിവാൻഡ്രമാണ്. ഇന്നലെ 2 ദിവസം കൊണ്ട് കാണുന്നുണ്ട്. ഇന്ന് ലാസ്റ്റ് കാണണം. 12 മണി കഴിഞ്ഞപ്പോഴാണ് വന്നതാ. ഇല്ല ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടായിരുന്നു, വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ്, ഇന്നും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വന്നത്. യെസ്, ഓഫ് കോഴ്സ്. അയ്യോ, എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ബോധം കിട്ട് വീഴാതിരുന്ന എന്നെ ഭാഗ്യം. ഇന്നലെ ഗ്രീൻഫീൽഡിൽ പോയി കാണാൻ പറ്റിയില്ല. ഇന്ന് ഇവിടെ കാണാൻ പറ്റുന്നതുകൊണ്ട് ഗ്രീൻഫീൽഡിൽ പോയി കാണാൻ പറ്റില്ല. പിന്നെ ഇന്ന് ഇവിടെ വന്നു. ഇല്ല, ഇതുവരെ പുറത്തിറങ്ങിയില്ല. കാണാൻ പറ്റും, കണ്ടിട്ടേ പോവുള്ളൂ. ഇവിടെ കണ്ടില്ലെങ്കിൽ ഗ്രീൻഫീൽഡിൽ പോകും. ഇന്നലെ കണ്ടിട്ട് തന്നെ പോകും. ഇന്നലെ കണ്ടിട്ട് പോകും. ഇന്നലെ കണ്ടായിരുന്നു ഞാൻ. വീണ്ടും കഥ വന്നത്. ഒന്നുകൂടി കാണണം. ഇത് കഴിഞ്ഞിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോട്ട് വീണ്ടും പോകും. ഡയഹർഡ് ഫാൻ ഓഫ് വിജയ്. I am also diehard fan of Vijay. I am Tamil Nadu to Kerala. விஜய் காந்த் இவ்வளோ கிட்ட பார்க்க முடியாது அவர். சென்னை ஆமாம். விஜய் எங்கே போனால் விஜய் ஃபேன் டயர்ட். பேச்சு வராது. വിജയനെ കാണാം. വീരനാടിന് ഒരുപാട് നേരമായോ വന്നിട്ട്? കുറച്ച് നേരം. വിജയ് കാണാൻ പറ്റുമോ? നല്ല തിരക്കാണല്ലോ. പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്ര ഇഷ്ടമാണോ വിജയ്? എന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പറയണ വിജയ് കണ്ടാല്? കണ്ടാല് എന്ത് പറയും? ഒന്നും പറയണ്ട, കണ്ടാ മതി. ഒരു ഡയലോഗ് പറഞ്ഞു വിജയുടെ ഡയലോഗ് പറഞ്ഞു. എന്നാ சொன்னா இங்கேறியவா அந்த ஏதா இந்த ஏதா அந்த ஏதா இந்த ஏதா ആരേലും അയാങ്കില്ലടാ. വിജയുടെ ഇഷ്ടം. വിജയുടെ പടം കാണാറുണ്ടോ? വിജയുടെ പടമൊക്കെ കാണാറുണ്ടോ? ഏത് പടമാണ് ഇഷ്ടം? വില്ലിയോ. ഫാനെന്ന് പറഞ്ഞാൽ ഉയിര് അത്രയല്ലേ. ഫാനൊന്നും പറയാൻ പറ്റൂല. ഒരു അണ്ണൻ. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്. എങ്ങനെ ഒന്ന് കണ്ടാൽ മതി. കാണുമ്പോൾ തന്നെ കാരണം വേറെ ഒന്നും അറിയാൻ പറ്റില്ല. കൈയും കാലൊക്കെ വിറച്ചാണ് കാണുന്നത്. വിജയ് എന്ന് പറഞ്ഞാൽ അതൊരു പറഞ്ഞു വിടലേ. വിജയ് എന്ന് പറഞ്ഞാൽ വികാരമാണ് വിജയ് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു വികാരമാണ്. ഒരു സെൽഫി ഇട്ടോ നോക്കണം. ബീച്ചും കൂടി കണ്ടാൽ മതി. കാലത്ത് 6 മണിക്ക് കണ്ടാ ഞാൻ ഇവൻ. അതെ, ഇവിടെ തന്നെ 7 മണിക്കൂറായി. ഇന്നലാണ്ട് 6 മണിക്ക് വന്നു. ആ കടയിൽ നിന്ന് പോയിട്ട് ഒരു 2 പഴം വരും, ഒരു സോഡ കുടിച്ചിട്ട്. ഞങ്ങൾ പുനലൂരിൽ നിന്ന് രാവിലെ വന്ന് നിൽക്കും. ഇവിടെ രാവിലെ വന്ന് 11 മണി തൊട്ട് വന്ന് നിൽക്കുക. പിന്നെ ധൈര്യമായിട്ട് അവിടെ എത്തിയിരിക്കും. ഞങ്ങൾ എറണാകുളംകാരുണ്ട് ഇവിടെ. സെറ്റാ. ഒന്ന് അണ്ണനെ കാണണം. കുറെ നേരം വന്നിക്കാൻ തുടങ്ങിയിട്ട്. ദളപതിയെ കാണാൻ വേണ്ടിയിട്ട് ദളപതി വരുന്നതിൻ്റെ തലേ ദിവസം എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്ന്
കാറിൽ തന്നെ ഇവിടെ നിന്ന് കാറിൽ തന്നെ സ്റ്റേ, എല്ലാ ദിവസവും കാറിൽ തന്നെ സ്റ്റേ. സാധാരണ ആളുകൾ കുറേ പേര് ജോലിയെല്ലാം കളഞ്ഞിട്ട് വന്നു, അതിനോട് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. പിന്നെ നമ്മളിവിടെ ദളപതി വരുന്നത് ഞാൻ പറഞ്ഞില്ല, തലേ ദിവസം തന്നെ ഇവിടെ വന്നു, ദളപതിനെ കണ്ടു, പിന്നെ തിരിച്ചു പോയി. പിന്നെ അന്ന് തന്നെ വൈകിട്ട് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ, കാരണം തൊട്ട് 2 ജില്ല കഴിയുമ്പോൾ തന്നെ ദളപതി ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് അവിടെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്ന് നമ്മൾ അന്ന് രാത്രി തന്നെ തിരിച്ച് മിഡ് നൈറ്റ് തന്നെ എറണാകുളത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ട്രിവാൻഡ്രത്തേക്ക് വന്നു. ട്രിവാൻഡ്രത്ത് പിന്നെ വന്ന് വണ്ടിയിൽ തന്നെ സ്റ്റേ ആയിരുന്നു ഫുള്ള്. ഇപ്പോഴും സ്റ്റേ ആണ്, ഇപ്പോഴും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നവരെല്ലാവരും പോയി, ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ട്. കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ വെച്ച് ചെറിയ ക്രൗഡിൻ്റെ ഇടയിൽ ചെറിയ രീതിക്ക് കാണാൻ പറ്റി. പിന്നെ കാറ് ചേസ് ചെയ്ത് ദളപതിയുടെ പുറകെ പോയി അങ്ങനെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഹോട്ടലിൽ ഇവിടെ മാല മേടിച്ചു ഇവിടെ കൊണ്ടുവന്നു. ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്നു. മാല ഇടാനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് വീഡിയോ എടുത്തു. ജസ്റ്റ് ഇങ്ങനെ ഇട്ടു, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ദളപതി. എല്ലാം പ്രാക്ടീസ് മുതൽ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടുമ്പോഴത്തേക്കും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ദളപതി. അത് എടുക്കുമ്പം ഒരു കയ്യിൽ ഇടത് കൈ കൊണ്ട് തന്നെ തലയിൽ തൊട്ട് ബ്ലസ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോയിലെ വിഷ്വൽസ് എല്ലാം വന്നായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം. പിന്നെ അവിടെ ബസ്സിൻ്റെ മണ്ടയിൽ വന്ന് സ്പീച്ച് നടത്തിയിരുന്നു, അതും അവിടെയും കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് കണ്ടിട്ടും മതിയാവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. സത്യം പറഞ്ഞാൽ മതിയായിട്ട്, കാരണം ഞാൻ തന്നെ ഒരു 11 തവണ കണ്ടു. 11 തവണ ഓരോ ദിവസവും. പിന്നെ ഷൂട്ടിങ്ങിന് അകത്ത് കയറി, അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസിന് അകത്ത് ക്രൗഡ് വേണം. അവിടെ ആ സ്റ്റേഡിയത്തിനകത്ത് ക്രൗഡ് വേണം. ആ ക്രൗഡിൻ്റെ ബേസിൽ ഞങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ്റെ ബേസിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റും. അകത്ത് കയറി ഞങ്ങൾക്ക് ജേഴ്സി തരും, യെല്ലോ കളർ ജേഴ്സി തരും. ആ ജേഴ്സി മേടിക്കാൻ വേണ്ടി അവിടെ നിന്നപ്പം ദളപതി ക്ലീൻ ഷേവ് ആണല്ലോ. ഇപ്പം ഞാനിപ്പോൾ അവരോട് പറഞ്ഞു, നമുക്ക് ദാടി വെച്ചിട്ടുള്ള ദളപതിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ജേഴ്സി മേടിച്ച് ഇങ്ങനെ നിൽക്കുന്നു, നോക്കിയപ്പം വലിയ ആരുടെങ്കിലും മൊബൈലൊന്നുമില്ല. നോക്കിയപ്പം എൻ്റെ ഫേസ് ടു ഫേസ് ദളപതി നടന്നു വരും. ഇപ്പോൾ ചേച്ചി നിൽക്കുന്നില്ല, ഈ ഒരു ഡിസ്റ്റൻസ് ദളപതി ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോയത്. ഞാൻ മുട്ടുകുത്തി വീണ് ദളപതി എന്നിങ്ങനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് വലിയ ക്രൗഡൊന്നും ഉണ്ടായില്ല. പിന്നെ ദളപതിയുടെ പുറകെ പോയിട്ട് ഷോൾഡറിൽ തട്ടി ദളപതി ഒരു ഹഗ് മട്ടും പോകുന്നു പറഞ്ഞ് പുറകെ പോയി. പിന്നെ ബോഡി ഗാർഡ് പിടിച്ച് വലിച്ചെറിഞ്ഞു. അതിന് പിന്നെ ദളപതി എന്ന് പറഞ്ഞ് നമ്മൾ മാറി എന്ന് വിളിച്ചപ്പോൾ തന്നെ ദളപതി വേറെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ പറ്റും. ഇവിടെ രാവിലെ തൊട്ട് ആളുകളുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ തള്ളത് മാറി നിൽക്കുകയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കണമല്ലോ, കാരണം എനർജി വേണമല്ലോ. എനർജി ഇല്ലാണ്ട് ഇന്നലെ മിഡ് നൈറ്റ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. വണ്ടിക്കകത്ത് നടക്കണേ വരണ്ടേ, ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ എത്തിയിട്ട് 1 മണിക്ക് ഇവിടെ എത്തിയതാണ്. എത്ര വേണം കാത്തിരിക്കുക, അണ്ണനെ കണ്ടാൽ മതി, കുഴപ്പമില്ല. അണ്ണനെ എങ്ങനെയും കണ്ടാൽ മതി. ചങ്ങനാശ്ശേരി കോട്ടയം വന്നതാ രാവിലെ 8 മണിക്ക്. ഉറപ്പായിട്ടും തീർച്ചയായും ശരിയാത് പാക്കതാ കണ്ടാൽ മതി. കാത്തിരിക്കുക ഇല്ല ഇത്ര നേരം വെയിറ്റിംഗ് ആണ്. രാവിലെ തൊട്ട് വന്ന് നിൽക്കുകയാണ് നമ്മളെല്ലാവരും. ഇതുവരെ ഇറങ്ങിയില്ല, അവിടെ പോയില്ല. ഇങ്ങനെ പോകാൻ വേണ്ടി പറയാൻ വാക്കുകൾ